ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് കൂപ്പുകുത്തുമ്പോഴും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും ജനങ്ങളെ പിഴിയുന്നു. 15 ദിവസത്തിനിടെ 2 തവണയാണ് ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് എണ്ണവില വർധനയ്ക്ക് കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ക്രൂഡ് ഓയിൽ വിലയിടിവ് മുതലെടുത്ത് എണ്ണ കമ്പനികൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 29-ന് ₹1.47 ഡീസലിന് കൂട്ടിയതിന് പിന്നാലെയാണ് ₹1.09 കൂടി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിന് 3.07 രൂപയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തവണ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചതാണ് വില കൂട്ടാൻ കാരണമായി പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഡോളറുമായുള്ള രൂപയുടെ മൂല്യം ഇടിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വർധന. കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില. 34 രൂപയിൽ താഴെ വൻ ലാഭത്തിൽ എണ്ണ ലഭിച്ചിട്ടും കുത്തനെ വില വർദ്ധിപ്പിക്കുകയാണ് എണ്ണ കമ്പനികൾ. UPA സർക്കാർ എണ്ണ കമ്പനികൾക്ക് പെട്രോൾ വില നിയന്ത്രണ അധികാരം വിട്ടുകൊടുത്തെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കൈക്കൊണ്ട ആദ്യ തീരുമാനമായിരുന്നു ഡീസലിന്റെ വില നിയന്ത്രണവും വിട്ടു നൽകുക എന്നത്. NDA സർക്കാർ അധികാരത്തിലേറിയ ശേഷം നവംബർ 2014 മുതൽ 8 തവണ വില വർദ്ധിപ്പിച്ചു. എക്സൈസ് ഡ്യൂട്ടി ഇനത്തിൽ 6 പ്രാവശ്യവും. 2014-ൽ 9 രൂപയായിരുന്ന പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോൾ 20 രൂപയ്ക്കും മുകളിലാണ്. ഡീസലിന്റേത് 3 രൂപയായിരുന്നത് 15 രൂപയ്ക്കടുത്തും. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേന്ദ്ര സർക്കാർ വാഹന ഉപഭോക്താവിന്റെ കീശയിൽ നിന്നും 40,000 കോടി രൂപയിലധികമാണ് ഈടാക്കിയത്. അന്താരാഷ്ട്ര വിപണിയിലെ ആനുപാതിക വിലക്കുറവ് നടപ്പാക്കാത്തതെന്ന വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് റോഡ് വികസനത്തിനായി ലാഭവിഹിതം ഉപയോഗിക്കുകയാണെന്നാണ് സർക്കാർ മറുപടി നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മനു ശങ്കർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. മനു, നമുക്ക് നേരത്തെ തന്നെ അറിയാം ഈ ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് തുടർച്ചയായി ഇപ്പോൾ 15 ദിവസത്തിനുള്ളിൽ തന്നെ 2 തവണയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായി ഇത്തരത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു സാഹചര്യം എണ്ണ കമ്പനികൾക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു നിലപാട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സൗമ്യ, തീർച്ചയായിട്ടും 140 രൂപയിലധികം നിന്നിരുന്ന ക്രൂഡ് ഓയിലിന്റെ വില കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് 34 രൂപയിൽ താഴെ എത്തിയിട്ടും ആനുപാതികമായി വിലക്കുറവിന് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും ഒപ്പം എണ്ണയ്ക്കും കഴിയുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ആനുപാതികമായി വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിപണിക്ക് ആനുപാതികമായി വില കുറയ്ക്കുമെന്ന നയത്തോടൊക്കെയായിരുന്നു ഇത്തരത്തിലൊരു ബിൽ അവതരിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് എണ്ണ കമ്പനികളുമായി ഒരു ധാരണയിലെത്തുന്നതും കേന്ദ്ര സർക്കാർ ചെയ്തത്. എന്നാൽ പെട്രോളിനും ഡീസലിനും ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയ്ക്ക് ആനുപാതികമായ ഒരു വിലക്കുറവിന് പെട്രോൾ കമ്പനികൾ തയ്യാറാകുന്നില്ല. പകരം ചെറിയ ഒരു ഉയർച്ചയിൽ പോലും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ ഉയർച്ചയിൽ പോലും വലിയ രീതിയിലുള്ള വില കയറ്റത്തിന് എണ്ണ കമ്പനികൾ തയ്യാറാകുന്നു എന്നതാണ് ശ്രദ്ധേയം. നിലവിൽ ഇതുവരെ എക്സൈസ് തീരുവയും മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എക്സൈസ് തീരുവയിൽ വർധന വരുത്തിക്കൊണ്ടായിരുന്നു പെട്രോൾ ഡീസൽ വില വർധന നടപ്പാക്കിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞു എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വില വർധനയ്ക്ക് കാരണമായിരിക്കുന്നത്. പെട്രോളിന് കഴിഞ്ഞ നവംബർ 2014 മുതൽ 2015 വരെ 8 തവണയോളമാണ് ഇത്തരത്തിൽ എക്സൈസ് തീരുവയിൽ മാത്രം വർധനവുണ്ടാക്കി പെട്രോൾ ഡീസൽ വില വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. 9 രൂപയുണ്ടായിരുന്ന എക്സൈസ് തീരുവ ഇപ്പോൾ 19 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ഡീസലിന് 3 രൂപയാണ് എക്സൈസ് തീരുവ നടപ്പാക്കിയിരുന്നത്. ഇപ്പോൾ അത് 15 രൂപയ്ക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കണക്കുകൾ വളരെ വ്യക്തമായി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷാവസാനം സാമ്പത്തിക അവസാനം തന്നെ റിലയൻസ് അടക്കമുള്ള എണ്ണ കമ്പനികൾ അവരുടെ ലാഭവിഹിതം സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. ഈ കണക്കുകളിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു ഇവരുടെ എണ്ണ ഉൽപാദനത്തിലൂടെയും ഒപ്പം എണ്ണ സംസ്കരണത്തിലൂടെയും ഇതിനു ശേഷവും ഉള്ള വിൽപ്പനയിലൂടെയുമാണ് ഏറ്റവും കൂടുതൽ ലാഭം കമ്പനികൾ നേടിയിരുന്നത്. ഈ എണ്ണ സംസ്കരണത്തിലൂടെ വലിയ രീതിയിലുള്ള ചെലവ് വരുന്നുണ്ട് എന്ന് എണ്ണ കമ്പനികൾ വാദിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വില കുറയ്ക്കുവാൻ മറ്റും ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകാതിരിക്കുകയും ഈ ഒരു ന്യായമാണ് സർക്കാർ മുമ്പാകെ എണ്ണ കമ്പനികൾ വയ്ക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇവരുടെ ലാഭക്കണക്കുകൾ നോക്കുമ്പോഴാകട്ടെ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാകുന്നു. എണ്ണ സംസ്കരണത്തിലൊന്നും ഇത്രയധികം ചെലവുണ്ടാകുന്നില്ലെന്നും ഇവരുടെ ലാഭ കണക്കിലും ഇവരുടെ കമ്പനി ബഡ്ജറ്റ് അവസാന സാമ്പത്തിക വർഷ കണക്കിലും വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളിൽ അയൽ രാജ്യങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ ഒരു ക്രൂഡ് ഓയിൽ വില കുറവുണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ഇടിവ് അവരുടെ പെട്രോൾ ഡീസൽ വില വർധനയിൽ രാജ്യത്തുണ്ടാകുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്രോൾ ഡീസൽ വില വർധന കുറയ്ക്കാത്തതെന്ന RTI പ്രകാരമുള്ള ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയാകട്ടെ റോഡ് വികസനത്തിനായി ഈ ലാഭവിഹിതം ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൗമ്യ.
ഇവിടെ വലിയൊരു തന്ത്രം കൂടിയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡീസലിന്റെ വില കൂട്ടിയ ഒപ്പം തന്നെ ചെറിയൊരു കുറവ് പെട്രോളിന്റെ വിലയുടെ കാര്യത്തിൽ ഉണ്ടായി. കഴിഞ്ഞ തവണ എല്ലാം നമ്മൾ ഇത് കണ്ടതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ വില കുറച്ചു കൊണ്ടുവന്നിട്ട് പിന്നീട് ഒറ്റയടിക്ക് വില കൂട്ടുന്ന ഒരു നിലപാട്, ഒരു പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഇത്. ഇത്തരമൊരു രീതിയെ, ഇത്തരമൊരു സമീപനത്തെയൊക്കെ എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്? വലിയ രീതിയിലുള്ള വിമർശനം സാധാരണക്കാരന്റെ അടുത്ത് നിന്നും ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇത് ആനുപാതികമായി ഒന്നും ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന രീതിയിൽ കൈമലർത്താൻ മാത്രമാണ് സർക്കാർ തയ്യാറാകുന്നതാണ് ശ്രദ്ധേയം. മാത്രമല്ല, ഇതിൽ സർക്കാർ വിഹിതത്തിലെ ലാഭം ഉപയോഗിക്കുന്നതാകട്ടെ റോഡ് വികസനത്തിനും മറ്റു വികസന പദ്ധതികൾക്കുമായി നടപ്പാക്കുന്നു എന്ന ഒരു ന്യായം മാത്രമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. മാസത്തിൽ 1-ാം തീയതിയും 15-ാം തീയതിയും ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ എണ്ണക്കമ്പനികൾ നടത്തുന്നു. എണ്ണക്കമ്പനികൾ നടത്തുന്ന എല്ലാ വിലയിരുത്തലുകളിലും അവരുടെ ചർച്ചകളിലെല്ലാം ഉരുത്തിരിയുന്ന ഇവർ പുറത്തേക്ക് പറയുന്ന അഭിപ്രായമാകട്ടെ എണ്ണക്കമ്പനികൾ നഷ്ടത്തിലാണ്. ഈ ഒരു കാര്യമല്ലാതെ മറ്റൊന്നും എണ്ണക്കമ്പനികൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇവരുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായാലും തുടങ്ങി വച്ച വലിയൊരു അപകടം തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. ഈ സർക്കാരും അതേ നയം തന്നെ തുടരുന്നു. അതേ നയം തുടരുന്നു എന്നതിനപ്പുറം എണ്ണക്കമ്പനികളുടെ ഇത്തരം നിലപാടിൽ ഇടപെടാനോ അതിന്മേൽ ഒരു മുന്നറിയിപ്പ് നൽകാനോ പോലും നമ്മുടെ സർക്കാരിനാകുന്നില്ല. ഒരുപക്ഷെ അതിന്റെയൊക്കെ ദൂഷ്യവശമാകില്ല ഇപ്പോൾ സാധാരണക്കാർ അനുഭവിക്കുന്നത്. ഇപ്പോൾ വീണ്ടും എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള വലിയൊരു കടന്നുകയറ്റം തന്നെയാണ്. കാരണം അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില തുടർച്ചയായി താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇന്ത്യയിലെ വില താഴുന്നില്ല എന്ന് മാത്രമല്ല, വില നിയന്ത്രണം എടുത്തു കളഞ്ഞതോടുകൂടി ഏത് ദിവസം വേണമെങ്കിലും വില കൂട്ടാം, അർദ്ധരാത്രിയിൽ വില കൂട്ടാം എന്നുള്ള നിലയിലാണ്. 3 രൂപ കൂട്ടി 50 പൈസ കുറച്ച് പിന്നെ ഒരു വാർത്തയാകുന്ന രീതിയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എണ്ണ കമ്പനികളുടെ കണക്കെന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു തരം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തരം കണക്കാണ്. കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടാറുള്ള പല വിവരങ്ങളും കാണിക്കുന്നത് എണ്ണ കമ്പനികൾ തുടർച്ചയായ ലാഭം തന്നെ ഉണ്ടാക്കുന്ന കമ്പനികളാണ്. അത് പൊതുമേഖലയിലെ എണ്ണ കമ്പനികളായാലും സ്വകാര്യ മേഖലയിലെ എണ്ണ കമ്പനികളുടെ ഒരു വിവരവും ലഭ്യമല്ല എന്നുള്ളതാണ്. പലതവണ നമ്മൾ പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ധവളപത്രം തന്നെ ഇറക്കേണ്ടതുണ്ട്. കാരണം എത്ര ലാഭം ഉണ്ടാക്കുന്നു. പൊതുമേഖലയിലെ എണ്ണ കമ്പനികൾ അടക്കം കൊടുക്കുന്നത്, ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത് വലിയ വില പിടിച്ച സമ്മാനങ്ങളാണ്. അവരുടെ ഒരു ഓഹരി ഇതിന്റെ വിഹിതം എന്ന നിലയിൽ ലാഭവിഹിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എണ്ണ കമ്പനികൾക്ക് ലാഭം, സർക്കാരാണെങ്കിലോ എക്സൈസ് ഡ്യൂട്ടി, ഇപ്പോ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി സ്വാഭാവികമായിട്ടും കുറയും എന്നുള്ളത് കൊണ്ട് ആ വരുമാനം പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ തുടർച്ചയായിട്ട് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയിലധികം ഈ ഇനത്തിൽ തന്നെ സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ എത്ര വലിയ കൊള്ളയാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെയാണ് നമ്മുടെ വിലക്കയറ്റത്തെയും നമ്മുടെ ജീവിത ചെലവുകളുടെ വർധനവിനെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കയ്യേറ്റവും കടുത്ത ചൂഷണവും തന്നെയാണ്. യഥാർത്ഥത്തിൽ പെട്രോൾ ഡീസൽ എന്ന് പറയുന്നത് വെറും ഉപഭോഗ വസ്തുക്കളല്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പല സാധനങ്ങളുടെയും വിലക്കയറ്റത്തെ പോലും നിയന്ത്രിക്കാൻ ഇതിനുള്ള ഒരു പ്രധാന ഘടകമായി തന്നെയാണ് പെട്രോളും ഡീസലും. ഈ ഒരു സാഹചര്യത്തിലാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നുകിൽ എണ്ണ കമ്പനികൾ വില കൂട്ടും, അല്ലെങ്കിൽ വില കുറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ എക്സൈസ് തീരുവ കൂട്ടും എന്നുള്ളത്. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഇതിന്റെ ലാഭമെല്ലാം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഗുണം ചെല്ലേണ്ടത് സാധാരണക്കാർക്കല്ലേ? അല്ല, ഇത് സാധാരണക്കാർക്ക് ഇപ്പൊ ഇങ്ങനെ സർക്കാരിന് കിട്ടുന്ന അധിക ലാഭം എന്ന് പറയുന്നത് സർക്കാർ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ സബ്സിഡി വർദ്ധിപ്പിക്കുവാനോ വേണ്ടി ഉപയോഗിക്കുന്നു. അത്തരം ന്യായീകരണം ഒന്നുമില്ല. പറയുന്നത് മുഴുവൻ ഇത് വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ മോദി സർക്കാരിന്റെ ഈ ധൂർത്തിന്റെ എല്ലാം തന്നെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ അതിനുവേണ്ടി എല്ലാം ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന വരുമാനമാണ്. അതിന് പകരം അത് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സബ്സിഡി വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ, ഇപ്പോ കർഷകരുടെ ആത്മഹത്യ, അതല്ലെങ്കിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് കിട്ടുന്ന ലാഭവിഹിതത്തെ സംബന്ധിച്ച് പോലും അല്ലെങ്കിൽ വരുമാനത്തെ കുറിച്ച് പോലും കൃത്യമായ കണക്കുകളല്ല സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത്
സർക്കാരിന് ഇത്തരത്തിലുള്ള ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടുള്ള വരുമാനം വർദ്ധിക്കുന്നുണ്ട്. മറുഭാഗത്ത് സർക്കാർ പറയുന്നത് എന്താ? സബ്സിഡി വീണ്ടും കുറയ്ക്കേണ്ടതുണ്ട്, കൂടുതൽ കർശനമാക്കേണ്ടതുണ്ട്, കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു കാരണവശാലും ഈ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്, അധിക വരുമാനം എന്ന് പറയുന്നത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭാഗമായിട്ട് മറ്റു പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വരുമാനം സമാഹരിക്കുന്നതിനുള്ള സർക്കാരിന്റെ പിടിപ്പുകേടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയുടെ പൊതുകണക്കുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും പല രംഗത്തും ഉണ്ടാകുന്ന മുരടിപ്പുണ്ട്, തിരിച്ചടികളുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ച് സർക്കാരിന് വലിയ തോതിലുള്ള പരസ്യവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ വരുമാനം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഏകദേശം 11 വർഷത്തെ ഒരു വലിയ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ക്രൂഡ് ഓയിൽ വില എത്തി നിൽക്കുന്നത്. വളരെ ഒരുപക്ഷെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് ഞെട്ടുന്ന രീതിയിലേക്ക് പോലും. ഇത്തരത്തിൽ തുടർച്ചയായി പക്ഷേ എണ്ണ കമ്പനികൾ ഈ വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിലായാലും എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയാവകാശം നൽകുന്ന ഒരു ഘട്ടത്തിലൊക്കെയും ഉയർന്നു വന്നൊരാവശ്യം, അതിന് മേൽ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ഭാഗമായിരിക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ കേവലം ഒരു നിരീക്ഷണമെങ്കിലും ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യം നമുക്കില്ലേ? കഴിഞ്ഞ UPA സർക്കാരിന്റെ ഭരണത്തിലാണ് പെട്രോളിന്റെ വില നിയന്ത്രണം എടുത്തു കളയുന്നത്. 2010 ജൂണിലാണ് എടുത്തു കളയുന്നത്. അതിന് തുടർച്ചയായിട്ട് അവർ ഡീസലിന്റെ, പാചകവാതകം അല്ലെങ്കിൽ മണ്ണെണ്ണ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഒരു ഉൽപ്പന്നങ്ങൾക്കും വില നിയന്ത്രണം പാടില്ല എന്നും മാർക്കറ്റിനെ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കണം എന്ന നിലപാട് കഴിഞ്ഞ UPA സർക്കാരിന്റെ നിലപാട് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് ഇന്ത്യ സർക്കാർ ഒരു മാറ്റവും ഇല്ലാതെ പിന്തുടരുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഇതിന്റെ സംസ്കരണത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞ സംസ്കരണം ഇന്ത്യയിലാണ് എന്നുള്ളത് പൊതുവെ നമ്മൾ ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഈ സംസ്കരണത്തിന്റെ, എണ്ണ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട്, ക്രൂഡ് ഓയിലിന്റെ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഏവിയേഷൻ ഫ്യൂൽ അടക്കമുള്ള ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ ടാർ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്തും വലിയ വിറ്റുവരുമാനം വരുന്നുണ്ട്, വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഏവിയേഷൻ ഫ്യൂവലിന് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റുകൾ, വിമാന കമ്പനികൾ ഉണ്ടാക്കുന്ന അവർക്കുണ്ടാവുന്ന നഷ്ടം, അവരുടെ ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് ഈ വിമാന ഇന്ധനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം തന്നെ ഇതിന്റെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് വരുന്ന സാധനങ്ങളാണ്. അതിന്റെ എവിടെ കണക്കുള്ളത്? അപ്പൊ ഈ വില നിയന്ത്രണം എടുത്തു കളഞ്ഞതിന്റെ ഭാഗമായിട്ട് എല്ലാത്തരം അന്താരാഷ്ട്ര വിപണിയിൽ വരുന്ന വിലക്കുറവിന് അനുസരിച്ച് ഇവിടെ ജനങ്ങൾക്ക് ഇതിന്റെ സൗജന്യം കിട്ടും എന്നല്ലേ അന്ന് UPA സർക്കാർ പറഞ്ഞത്. ഇപ്പൊ ഈ അന്താരാഷ്ട്ര വിപണിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ എണ്ണ കമ്പനികളെ ബാധിക്കുന്നില്ല. അവരുടെ വരുമാനം ഉറപ്പിച്ചു നിർത്തി, സർക്കാരിന്റെ വരുമാനം ഉറപ്പിച്ചു നിർത്തി, ഈ ചാഞ്ചാട്ടത്തിന്റെയും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, മാർക്കറ്റിന്റെ ഔദാര്യങ്ങൾക്ക്, മാർക്കറ്റിന്റെ ചൂഷണത്തിന് എല്ലാം ജനങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നിയന്ത്രണവും, പാർലമെന്റിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ ജനങ്ങളുടെ ഒരു ആവശ്യങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിനെ ബോധ്യപ്പെടുത്തി അവിടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, നയമാറ്റങ്ങളോ അല്ലെങ്കിൽ ഇത്തരം നടപടികൾ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രതികരണമോ ഒരു പ്രതിഷേധമോ ഉണ്ടാകാനുള്ള അവസരങ്ങൾ പോലും അടച്ചു കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ UPA സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഈ NDA സർക്കാരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി TNC-യുമായി അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. റിപ്പോർട്ടർ മനുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മനു, സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബജറ്റ് അവതരണത്തിന്റെ ഘട്ടത്തിലായാലും ഒക്കെ എത്രത്തോളം പെരുപ്പിച്ച കണക്കുകൾ കാണിച്ചാലും നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം ദുർഘടമായ ഒരു ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ഇവിടെ ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാനും വിലക്കയറ്റം വലിയ രീതിയിൽ പിടിച്ചു നിർത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇന്ധന വിലയുടെ കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായാൽ. പക്ഷെ അതിനുപോലും സർക്കാർ മുതിരുന്നില്ല. എണ്ണ കമ്പനികളുടെ ഇത്തരം നിലപാടുകൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? ഇതിന്റെ ഗൗരവതരമായ വിഷയങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്കാകും ഇത് സമൂഹത്തിൽ വഴിവെക്കുക എന്നത് വളരെ വ്യക്തമാണ്. കാരണം ചരക്ക് കൂലിയിലടക്കം ഇനി വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിനാകും ഇത് വഴിവെക്കുക. നിലവിൽ പെട്രോളിന് 3 രൂപ 2 പൈസയാണ് ഇക്കഴിഞ്ഞ 3 തവണയോടുകൂടി സർക്കാർ കുറച്ചത് എന്ന് വാദിക്കുമ്പോഴും ആനുപാതികമായി എക്സൈസ് തീരുവയിൽ വലിയ രീതിയിലുള്ള വർധന വരുത്തി ഈ പെട്രോൾ വിലക്കുറവ് നടപ്പാക്കിയത് സമാനമായ രീതിയിൽ ഉയർത്തി എണ്ണ കമ്പനികൾക്ക് ലാഭം കൊയ്യുവാൻ
സർക്കാർ അവസരമൊരുക്കി എന്നതാണ് കണക്കുകൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം ഓരോ മാസവും 1-ാം തീയതിയും 16-ാം തീയതിയും എണ്ണ കമ്പനികൾ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ചർച്ചകൾ നടത്തുന്നു. ഇതിനുശേഷം ഇവർ വ്യക്തമായി പുറത്തുവിടുന്ന കണക്കുകളാകട്ടെ എണ്ണ സംസ്കരണത്തിനായി വലിയ തുക ചെലവാകുന്നു എന്നതാണ്. ഇക്കാരണം ചൂണ്ടിക്കാട്ടി വീണ്ടും ക്രൂഡ് ഓയിൽ വില കുറയുന്ന സമയത്ത് വില കൂടുതൽ നടപ്പാക്കിയിരുന്നു. ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ഇപ്പോൾ രൂപയുടെ മൂല്യം ഇടിവ് ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വീണ്ടും വില വർധന നടപ്പാക്കിയിരിക്കുന്നത്. 40,000 കോടി രൂപയിലധികമാണ് ഇപ്പോൾ വാഹന ഉപഭോക്താക്കളുടെ പോക്കറ്റിൽ നിന്ന് സർക്കാർ ഈടാക്കിയത്. ഇത്തരത്തിലുള്ള വില വർധന നടപ്പാക്കി അടുക്കളയിലും മറ്റുമുള്ള സാമ്പത്തിക സ്ഥിതി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് സർക്കാർ വീണ്ടും നയിക്കുകയാണ്. ഇത് മാറ്റം വരുത്തിയില്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി തീരുമെന്ന കാര്യം വ്യക്തമാണ്. സൗമ്യ, കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ചാനൽ അവതാരകൻ സാബു തരികിട. പീപ്പിൾ ടിവിയോടാണ് സാബു ഇക്കാര്യം പറഞ്ഞത്. മരണത്തലേന്ന് മണിയെ സന്ദർശിച്ചവരുടെ കൂട്ടത്തിൽ സാബുവും ഉണ്ടായിരുന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു സാബു. ഇല്ല, ഇതിനു മുമ്പും എൻ്റെ പേരിൽ ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട്. ഞാൻ ലാലേട്ടനെ എൻ്റെ അച്ഛനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത്തരത്തിലൊരു എന്താ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഫാസിസം എൻ്റെ നേർക്കൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തതാണ്. ഇല്ല, അങ്ങനെയല്ല, എൻ്റെ പേരിലൊരു വാർത്ത വന്നിട്ടില്ല. അതാണ് ഏറ്റവും വ്യാജമായിട്ടുള്ളൊരു പ്രസ്താവന എന്ന് പറയുന്നത്. കാര്യം മീഡിയ വണ്ണിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പ്രചരിച്ചത്. കാരണം വാട്സപ്പിലൊരു മെസ്സേജിൻ്റെ അവസാനം തുടക്കത്തിൽ ഫ്ലാഷ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് 2 പൊട്ടിത്തെറിയുടെ 2 പടവും അതിൻ്റെ അവസാനത്തിൽ മീഡിയ വൺ ന്യൂസ് എന്നും എഴുതിയിട്ടാണ് ഒരു മെസ്സേജ് ബോഡി പ്രചരിച്ചത്. എന്നാൽ മീഡിയ വൺ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തരത്തിലൊരു വാർത്ത ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നും കുറച്ച് നേരം മുമ്പേ, നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് കുറച്ച് നേരം മുമ്പേ അവർ വളരെ വ്യക്തമായിട്ട് സാബുമോൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു സംഭവം വ്യാജമാണ്, ഇങ്ങനത്തെ ഒരു വാർത്തയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഷാജഹാൻ ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ഷാജഹാൻ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു സാബു തരികിട പേര് ഉൾപ്പെടുത്തിക്കൊണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സാബു വ്യക്തമാക്കുന്നത് ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് സാബു നമ്മളോട് പറഞ്ഞത് ഷാജഹാൻ? സൗമ്യ, കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാബു അടക്കമുള്ള ചിലരുടെ പേരുകൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാബു തന്റെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായത്. കലാഭവൻ മണിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദമാണ് തനിക്കുണ്ടത്. ഈ സംഭവ തലേ ദിവസം രാത്രി താൻ കലാഭവൻ മണിയോടൊപ്പം ഉണ്ടായിരുന്നു. രാത്രി 11 മണി വരെ കലാഭവൻ മണിയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് സാബു സമ്മതിക്കുന്നുണ്ട്. സാബുവും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ സിനിമ നടനായിട്ടുള്ള ജാഫർ അടക്കമുള്ള ചില സുഹൃത്തുക്കളും ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഈ സമയങ്ങളിലൊന്നും തന്നെ കലാഭവൻ മണി മദ്യപിച്ചിരുന്നില്ല എന്നാണ് സാബു നമ്മോട് പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കലാഭവൻ മണിയുമായിട്ട് വളരെ സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് താൻ. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ചാലക്കുടിയിൽ എത്തിയത്. അപ്പോൾ കലാഭവൻ മണി അവിടെ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. ആ സമയത്ത് മറ്റു ചില സുഹൃത്തുക്കളും മണിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നും പറയുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ വന്ന വാർത്തകൾക്കെതിരെ നേരത്തെ തന്നെ കലാഭവൻ മണിയുടെ കുടുംബം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത പ്രചരിച്ച സാഹചര്യത്തിലാണ് സാബു തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. സാബു അടക്കമുള്ള ചിലരെയൊക്കെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നെങ്കിലും കൃത്യമായ തെളിവുകളോ അല്ല അത്തരത്തിൽ സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇവരെയൊക്കെ വെറുതെ വിട്ടുവെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സാബുവിനെതിരെ വന്നിരിക്കുന്നത്. ഇതിൽ സാബു തന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പീപ്പിൾ ടിവിയിലൂടെ വ്യക്തമാക്കിയിരിക്കും. ഷാജാൻ, നമുക്കറിയാം ഈ പ്രത്യേകിച്ച് മണിയുടെ വിഷയത്തിലായാലും ഒക്കെ തന്നെ ആദ്യം മുതൽക്കേ തന്നെ ഒരു ദുരൂഹത കൽപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾക്കൊക്കെ സജീവമായ ഒരു പ്രാധാന്യം സോഷ്യൽ മീഡിയകൾ നൽകിയിരുന്നു. അത്തരത്തിലുള്ള വലിയ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും എന്ന പോലെ തന്നെ മണിയുടെ വിഷയത്തിൽ ഒരുപക്ഷെ അത് കൂടുതലായി കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി തന്നെയാണോ സാബു ഈ ഒരു ഇത്തരത്തിലൊരു വാർത്തയെയും കണക്ട് ചെയ്യുന്നത്?
തീർച്ചയായിട്ടും സൗമ്യ, നമുക്കറിയാം കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്നും അന്ന് പുറത്തു വന്ന വാർത്തകളിൽ വളരെ കൃത്യമായിട്ട് കലാഭവൻ മണിയുടെ ഉള്ളിൽ വിഷാംശം കലർന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. കലാഭവൻ മണിയുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോഴും സംശയത്തിലാണ്. ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ, അതായത് പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സംശയം സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് സാബു പറയുന്നത്. സൗമ്യ, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട തനിക്കെതിരായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് സാബു പീപ്പിൾ ടിവിയോട് പറഞ്ഞു.